അടുത്ത സദ്യ സ്പെഷ്യലാണ് കൂട്ടുകറി. അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളായിട്ട് ചേന, കായ, ഉരുളക്കിഴങ്ങ് ഇത് മൂന്നും കുറച്ച് ഉപ്പും വേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. വേവുമ്പോഴേക്കും നമുക്ക് കടല വേവിക്കാനായിട്ട് കുറച്ച് ഉപ്പും ജിഞ്ചർ ഗാർലിക്കും കൂടി ഇട്ട് ഒരു 3-4 വിസിൽ അടിക്കുന്നവരെ കുക്കറിൽ വെക്കുക. അപ്പോൾ ഇത് തലേദിവസം കുതിർത്തി ഇട്ട കടലയാണ് കേട്ടോ. കടലയ്ക്ക് വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് കുക്കറിൽ വേവിക്കുന്നത്. എന്നിട്ട് തേങ്ങയും ജീരകവും പച്ചമുളകും കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരപ്പായിട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാകും. അത് ഈ കടലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച് ആദ്യം അരച്ച് വെച്ച തേങ്ങയുടെ ആ ഒരു അരപ്പ് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ലേശം വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് തേങ്ങ വറക്കാനുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉഴുന്ന പരിപ്പ് നന്നായിട്ട് പൊട്ടിച്ച് അതിനകത്തോട്ട് തേങ്ങയും വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ വറവ് ഇതിലിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ മാത്രം കുറച്ച് ശർക്കരയും കൂടി ചിരകി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മധുരം കൂടി ഇതിനുണ്ടാകും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കൂട്ടുകറി ട്രൈ ചെയ്യണം. ഇതേപോലെ ഓണവിഭവങ്ങൾ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലത്തെ വീഡിയോന് വേണ്ടി എന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബൈ.